ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ മക്കളെ പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പഴയ നിയമ ഇസ്രായേലിനെ നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമ ദൈവസഭയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പഴയ നിയമ ഇസ്രായേലിൽ കൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം പിശാചിന്റെ, അതായത് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആത്മമണ്ഡലത്തിൽ വേണം ചിന്തിക്കാൻ. ഞാൻ ശത്രു എന്ന് പറയുമ്പോൾ ആരും നിങ്ങളുടെ ഫിസിക്കൽ ഒരു ശത്രുത കാണിക്കുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കരുത്. ഞാൻ ശത്രു എന്ന് പറയുന്നത് എല്ലാം പിശാചിനെയും അവന്റെ സൈന്യത്തെയും. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ മാത്രമേ ചിന്തിക്കാവൂ. നമുക്ക് മടങ്ങി വരാം. അപ്പം ഇവരെ ഇസ്രായേലിനെ 430 വർഷത്തോളം അടിമത്തത്തിൽ ശത്രുവായിരിക്കുന്ന ഫറവോനും അവരിങ്ങനെ അടക്കി വാണോണ്ടിരുന്ന അവിടുന്ന് അവരെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരു മോശയെ എഴുന്നേൽപ്പിച്ചു. അവരെ അവിടുന്ന് വിടുവിച്ച് എക്സഡസിന്റെ പുസ്തകം, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവരെ ദൈവം നടത്തിയ വഴികൾ നമ്മൾ വായിക്കുന്നു. ലേവ്യ പുസ്തകം വരുമ്പോൾ ആ യാത്രയിൽ ദൈവം അവർക്ക് കൊടുത്ത പ്രമാണം, ഹല്ലേലൂയ, പ്രമാണം, ഓ ശരവരധരല, ഈ പ്രമാണം ഇതിനോട് പറ്റിച്ചേർന്നിരിക്കണം എന്ന് ദൈവം അവരോട് വീണ്ടും വീണ്ടും പറഞ്ഞു. അതിനുശേഷം സംഖ്യാപുസ്തകത്തിൽ അവരുടെ യാത്ര തുടരുന്നു. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഡ്യൂട്ടറോണോമി, ആവർത്തന പുസ്തകം ചാപ്റ്റർ 1 എത്തുമ്പോഴത്തേന് ആ വാക്യം വായിപ്പിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന അധ്യായങ്ങൾ വായിക്കണം. ഡ്യൂട്ടറോണോമി ചാപ്റ്റർ 1, 2, 3, 4 ഇത് നിങ്ങൾ വായിക്കണം. അവിടെ ചെല്ലുമ്പോൾ അതിന്റെ 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, ഇസ്രായേല് കഴിഞ്ഞ 40 വർഷം യാത്ര ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവരെത്തിയിരിക്കുന്നത് 40-ാമത്തെ വർഷം 11-ാം മാസം 1-ാം തീയതി മോശ ഇവരെല്ലാരെയും വിളിച്ചു കൂട്ടി അവരോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് അവിടെ പറയുന്നത്. മോശ പറയാണ്, നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച കാലം തൊട്ട് ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതിന്റെ 8-ാം വാക്യത്തിൽ മോശ പറയാണ്, നമ്മള് ഹോരേബ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, ദൈവം നമ്മളോട് പറഞ്ഞൊരു കൽപ്പനയാണ്. ഈ ദേശം ഏതാ? കനാൻ ദേശം. അവിടെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹോരേബ് നിന്ന് കാദേശ് ബർണിയ വരെ 11 ദിവസത്തെ യാത്രയേ ഉള്ളൂ. അപ്പൊ കാദേശ് ബർണിയ എഴുതിയാ കഴിഞ്ഞാൽ അത് ബോർഡറാ. വൺസ് യു റീച്ച് കാദേശ് ബർണിയ, കനാൻ ബോർഡർ, അങ്ങ് കയറി അങ്ങ് ചെല്ലാം. അപ്പൊ ദൈവം പറയാണ്, 11 ദിവസമേ ഉള്ളൂ, അവിടെ എത്തും. Go and possess the land. ചെന്നങ്ങ് എടുക്കണം. For I have given you the land. ദൈവം അവരോട് അന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഇവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? മോശ പറയാണ്, പക്ഷെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല. നിങ്ങൾ പറഞ്ഞു, അങ്ങനെ ദൈവം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം, ദൈവം പോയി അങ്ങ് എടുക്കാൻ പറയും. നമുക്കങ്ങനെ പറ്റുമോ? നമുക്ക് ഇച്ചിരി നമ്മുടെ ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യണ്ടേ? അതുകൊണ്ട് നമുക്ക് ചില സ്പൈസിനെ അങ്ങോട്ട് വിടാം, ചില ദേശം ഒറ്റ നോക്കുന്നവരെ. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. അവരുടെ ലോജിക്ക് അവർ ഉപയോഗിച്ചു. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ അവർക്ക് പറ്റിയില്ല. 12 പേരെ അവർ തിരഞ്ഞെടുത്തു, വിട്ടു. അവർ പോയി റിപ്പോർട്ടും കൊണ്ടുവന്നു. ഓ, ദൈവം പറയുന്നത് അങ്ങനെ വല്ലോ നമുക്ക് വിശ്വസിക്കാനോ നമുക്ക് അനുസരിക്കാനോ ഒക്കെ ദൈവത്തിന് അങ്ങനെയൊക്കെ പറയാം. അവിടുത്തെ ആൾക്കാരെ വലിയ ആൾക്കാരാ, നമ്മളോ വെട്ടിക്കിളികള്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കാൻ പറ്റാത്തവരോട് ഒറ്റ അതിനകത്ത് കയറത്തില്ല. ദൈവം പറഞ്ഞു, യു ടേൺ എടുക്ക്. അതിന്റെ ബോർഡർ വരെ എത്തിയിട്ട് യു ടേൺ എടുത്ത് അവരെ കൊണ്ട് 40 വർഷം ദൈവം നടത്തി. അതിനകത്ത് ഒരൊറ്റ പ്രവേശിച്ചില്ല. അതിനുശേഷമാണ് ഇവിടെ വന്ന് മോശ നിൽക്കുന്നത്. ഇപ്പോൾ മോശയുടെ മുൻപിൽ നിൽക്കുന്നവർ ആർക്കെയാണെന്നറിയോ? അന്ന് വഴക്കുണ്ടാക്കിയ ഒരൊറ്റ ആൾക്കാരില്ല കേട്ടോ. അന്നത്തെ തലമുറയിൽ അവര് ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ടവർ. പക്ഷെ അവരിൽ നിന്ന് ഇപ്പോൾ മോശ, ആ ജനറേഷനിൽ മോശയുണ്ട്, യോശുവയുണ്ട്, കാലേബുണ്ട്. അത് കഴിഞ്ഞ് മുന്നേ നിൽക്കുന്നവരെല്ലാരും അന്ന് ഈ സംഭവം നടന്നപ്പം ടീനേജേഴ്സ് ആയിട്ടുള്ളവരാ. 20 വയസ്സിന് ഒന്നീ ടീനേജേഴ്സ് അല്ല എങ്കിൽ കുഞ്ഞുവാവന്മാര്. അവരൊക്കെ, ഈ ടീനേജേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അപ്പച്ചന്മാരിൽ കൂടെ അമ്മച്ചിമാരിൽ കൂടെയും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കണ്ടവരും കേട്ടവരും. ഒരു കാലത്ത് അവർ കുഞ്ഞു പ്രായത്തിൽ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 2-ാം തലമുറയാണ് ഇപ്പൊ മോശയുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ 2-ാം തലമുറയോടാണ് ഈ ആവർത്തന പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങളിൽ മോശ പറയുന്നത്, ഇനിയും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനെ മുറുകെ പിടിച്ചോണം. ഇതിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ തിരിയാൻ പാടില്ല. ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് കനാൻ ദേശത്തിൽ പ്രവേശിച്ചാൽ എന്നതാണ് ഉദ്ദേശം എന്നറിയോ?
അവിടെ വാഴുന്ന ദുഷ്ട സൈന്യത്തെ നിങ്ങൾ കീഴടക്കണം. അതാണ് ദൈവസഭയെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഡാലസ് പട്ടണത്തിൽ മിഡ് വെസ്റ്റ് റീജിയനിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ വാഴുന്ന അന്ധകാര ശക്തിയെ ദൈവസഭ കീഴടക്കണം. രണ്ടാം തലമുറ. ഹല്ലേലൂയ, സ്തോത്രം. പെന്തക്കോസ്തിന്റെ ആദ്യത്തെ തലമുറ എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ടവരും അവരിൽ കൂടെ പ്രവർത്തിച്ചതുമാണ് ദൈവം. രണ്ടാം തലമുറ ഇവിടെ ഇരിക്കുന്നവര് പലരും കുഞ്ഞുനാളുകളിൽ അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടവരാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടുന്ന് അങ്ങോട്ട് മുൻപോട്ട് പോവുക. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം മോശ ഇതെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാം അനുസരിക്കണേ, കടന്നു പോണേ, കനാൻ കടന്നിട്ട് ഇതിനനുസരിച്ച് ജീവിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം മോശ പറയുന്നു യോശുവ നിങ്ങളെ നടത്തും എന്ന് പറഞ്ഞിട്ട് മോശ മരിച്ചു. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയുടെ ഭരണകാലത്തിൽ ഇവര് കുറച്ചൊക്കെ ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യോശുവയും മരിക്കുന്നു. യോശുവ മരിച്ചതിന് ശേഷം ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 1, അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാർ ഭരിച്ച കാലം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഡാർക്കസ്റ്റ് പീരീഡ് ഓഫ് ഇസ്രായേൽ ഹിസ്റ്ററിയിലെ ഡാർക്കസ്റ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. ഏകദേശം 340ഓളം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണത്. എന്തുകൊണ്ട് ഡാർക്കസ്റ്റ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നെന്ന് അറിയാമോ? കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പല സ്ഥലത്തും എഴുതിയിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അക്കാലത്ത് ഇസ്രായേലിൽ ഒരു രാജാവില്ലായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ മൂന്നാം തലമുറയുടെ കാലം. മനസ്സിലാവുന്നുണ്ടോ? പെന്തക്കോസ്തിന്റെ മൂന്നാം തലമുറയുടെ കാലത്ത് ഇത് തന്നെയാണ്. ഇസ്രായേൽ ന്യായാധിപന്മാരുടെ കാലത്ത് ഒരു ഡാർക്കസ്റ്റ് പീരീഡിൽ കൂടെ കടന്നുപോയത് പോലത്തെ ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാരെ നമ്മളിപ്പോൾ മൂന്നാം തലമുറയുടെ സമയത്ത് ആയിരിക്കുന്നു. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ ഐ തിങ്ക് ദിസ് ഇസ് റൈറ്റ്, ഐ തിങ്ക് വി ഷുഡ് ഡു ദിസ്. വചനം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മൂന്നാം തലമുറയുടെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ തുടക്കത്തിലൊക്കെ യോശുവ മരിച്ച ഉടനെ ആ ഒരു ബിഗിനിങ് പീരീഡിലുള്ള ഒരു ഇച്ചിരൊക്കെ ദൈവഭയം ഉണ്ടായിരുന്നു. അവര് 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. ആമേൻ. ഓക്കെ, അപ്പൊ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു കാലഘട്ടം ഈ രണ്ടാം തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. ഇല്ലെന്നല്ല, പെട്ടെന്ന് പിന്മാറ്റത്തിൽ പോയില്ല. തുടക്ക കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ അമേരിക്കയിലാണല്ലോ. അമേരിക്കയിൽ വന്ന കാലഘട്ടത്തിലൊക്കെ പലതും ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിച്ചിട്ടേ സ്തോത്രം 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 സ്തോത്രം. അപ്പൊ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ ദൈവം ഉത്തരം തരുവോ? കറക്റ്റായിട്ട് ആലോചന പറഞ്ഞു തരും. ദൈവ ആലോചന അനുസരിച്ച് എന്തെങ്കിലും ചെയ്താൽ അവിടെ വിജയം. ഈ യൂദ പോകാൻ പറഞ്ഞു, യൂദ പോയി. കനാന്യർക്കെതിരെ യൂദ യുദ്ധം ചെയ്തപ്പോൾ ദൈവം കനാന്യരെ യൂദയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങ് കൊടുത്തു. യൂദയ്ക്ക് യുദ്ധത്തിൽ വിജയം ലഭിച്ചു. അങ്ങനെ യൂദ ശിമയോനെ കൂട്ടി ഇങ്ങനെ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകും. അതിന്റെ 19ാം വാക്യം എത്തുമ്പം അവിടെ ഒരു ചെറിയൊരു പ്രശ്നവാക്യം ഒന്ന് വായിക്കാം. വിഷയത്തിലേക്ക് കടന്നില്ല ഇതുവരെ, വേഗത്തിൽ വായിക്കാം. ഓക്കെ, യഹൂദയുടെ വാഗ്ദത്തം പറഞ്ഞ ദൈവമല്ലേ? ദൈവം വാക്ക് പാലിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ യുദ്ധം ചെയ്യാൻ പൊക്കോളാൻ പറഞ്ഞ ദൈവം വാക്ക് പാലിച്ചു. യഹോവ യൂദയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂദയ്ക്ക് എന്ത് പറ്റി? മലനാട്ടിൽ കനാന്യരെ അവൻ തോൽപ്പിച്ചു. പക്ഷെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് താഴ്വരയിൽ നോക്കിയപ്പോ അവിടെ ഒരു പ്രശ്നം. ഒന്ന് വായിച്ചേ. ആർക്ക് കഴിഞ്ഞില്ല? ദൈവത്തിനോ അതോ യഹൂദയ്ക്കോ? യൂദയ്ക്ക് പറ്റില്ല. ദൈവം കൂടെ ഉണ്ടെന്നേ ആ വാക്യത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്നു, യഹോവ കൂടെ ഉണ്ട്. പക്ഷെ യൂദ അവിടെ ലോജിക് ഉപയോഗിച്ചു. യൂദ അവിടെ ലോജിക്ക്, ഹ്യൂമൻ ലോജിക്, ഹ്യൂമൻ വിസ്ഡം. യൂദ പറയാ, ഇരുമ്പ് രഥങ്ങളാ, തിരിച്ചടി കിട്ടും, വേണ്ട. ചില മേഖലകൾ നമ്മൾ തൊടാത്തത് നമ്മളുടെ വായിന്ന് നമ്മൾ പറയുന്ന വാക്കുകളാ. വേണ്ട, തിരിച്ചടി കിട്ടും, അങ്ങ് പൊക്കോട്ടെ. അങ്ങനെ ചില ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരെ യൂദ വെറുതെ അങ്ങ് വിട്ടു. അവര് നമ്മുടെ ഇടയിൽ താമസിച്ചോട്ടെ, ഇറ്റ്സ് ഓക്കെ, റിച്ചർ കോംപ്രമൈസ്.
ചിലതൊക്കെ ഇന്നലെ രാത്രി ശുശ്രൂഷിച്ച ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ചിലതിനെയൊക്കെ ദൈവം അരുതെന്ന് പറഞ്ഞത്, ചിലതിനെയൊക്കെ സോഷ്യലി അക്സെപ്റ്റബിൾ എന്ന പേരൊക്കെ പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ഒക്കെ ചെയ്ത് കോംപ്രമൈസ്. രണ്ടാം തലമുറ പലയിടത്തും കോംപ്രമൈസ് കാണിച്ചു. ഈ 19-ാം വാക്യത്തിൽ ഈ രണ്ടാം തലമുറ കോംപ്രമൈസ് തുടങ്ങിയത് അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചു. 28-ാം വാക്യം എത്തുമ്പോഴത്തേനും അവിടെ ഒരു സംഭവം നീക്കിക്കളയാതെ ദൈവം എന്താ പറഞ്ഞേ? മുഴുവനും നീക്കിക്കളയണം. അവിടെ നീക്കിക്കളഞ്ഞില്ല. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവര് പറയാം നമുക്ക് പ്രയോജനപ്പെടും, നമുക്ക് ഇവരെയും കൊണ്ടേ പണിയെടുപ്പിക്കാം. ദൈവം അങ്ങനെ മൊത്തം എല്ലാരെയും നശിപ്പിക്കാൻ പറയും. നമുക്ക് കുറച്ച് പണി ബുദ്ധി ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലത്ത് വചനം പറയുന്നതും ദൈവം പറയുന്നതും ദൈവാലോചന പ്രകാരം മാത്രം പ്രവർത്തിച്ച പെന്തക്കോസ്തുകാര് ഇന്നത്തെ കാലത്ത് പലതിലും ബുദ്ധി ഉപയോഗിക്കുന്നു, ലോജിക് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഇത് രണ്ടാം തലമുറയുടെ സംഭവമാണ് കേട്ടോ. ഇവരിങ്ങനെ മുൻപോട്ട് പോയപ്പോഴാണ് ഈ ജഡ്ജസിന്റെ ദൈവം ചില ജഡ്ജസിനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ രണ്ടാം തലമുറ യൂദ ഇത് കോംപ്രമൈസ് ചെയ്തു, ഇസ്രായേൽ മുഴുവനും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തു. മുൻപോട്ട് പോകുമ്പോൾ പല ഗോത്രക്കാരും അവർ യുദ്ധം ചെയ്യുമ്പോൾ കനാന്യരെ നശിപ്പിക്കാതെ അവരുടെ ഇടയിൽ പാർപ്പിച്ചു. കനാന്യരും ഇവരും ഒന്നിച്ചായി പാർപ്പിടം, ഇവരുടെ വാസം. അതായത് ദൈവം കനാന്യരെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെയാണ് ചിന്തിക്കുന്നത്. ഐ വോണ്ട് യു ടു തിങ്ക് ഇൻ ദ സ്പിരിച്വൽ റെലം. സ്പിരിച്വൽ റെലത്തിൽ ദൈവം കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറഞ്ഞതിനെ പലതിനെയും കോംപ്രമൈസ് ചെയ്ത് നമ്മളിപ്പോ ഒന്നിച്ചങ്ങ് പോവാ. എവറിത്തിങ് ഈസ് ഓക്കെ. ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു. അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഹല്ലേലൂയ ഇതിന്റെ റിസൾട്ട് കുറച്ച് 3-ാം തലമുറ വന്ന് കുറച്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ജഡ്ജസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവ അവരെ കനാന്യ രാജാവായ, ഈ കനാന്യ രാജാവ് എവിടുന്ന് വന്നു? രണ്ടാം തലമുറ കൊല്ലാതെ വിട്ട ചിലത് 3-ാം തലമുറ ആയപ്പോഴത്തേന് അവന്മാര് രാജാക്കന്മാരായിട്ട് വന്നു. 3-ാം തലമുറ ക്രൂരരായിട്ട് വാഴാൻ തുടങ്ങി. നമ്മൾ ചെയ്ത ചില കോംപ്രമൈസസ് നമ്മുടെ തലമുറയ്ക്ക് അപകടമാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് എന്നിട്ട് ആ രാജാവിന് ഒരു വേറെ ഒരു പ്രത്യേകത എന്താണ്? 3-ാം വാക്യം വായിക്കാം. ഈ അവിടെ സിസേറ ഹറോഷെത്ത് ഹഗോയിം എന്ന് പറയുന്ന വേഴ്സ് 2-ൽ ആ സ്ഥലത്തുനിന്ന്, ഈ സ്ഥലങ്ങളുടെ ഒക്കെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ഹറോഷെത്ത് ഹഗോയിം എന്ന സ്ഥലത്തെ ഒരു മനുഷ്യനായിരുന്നു ഈ സിസേറ, ദ കമാൻഡർ ഓഫ് ജാബിൻസ് ആർമി. അദ്ദേഹത്തിന് ഈ സിസേറയ്ക്ക് 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. 900 അയൺ ചാരിയറ്റ്സ് ഉണ്ടായിരുന്നത് മൂലം അവൻ ഇസ്രായേൽ മക്കളെ ക്രൂരമായി 20 വർഷം പീഡിപ്പിച്ചു. 20 വർഷം. ഈ ഇരുമ്പ് രഥങ്ങളുള്ള ഇവൻ എവിടുന്ന് വന്നു? പിൻതലമുറ നശിപ്പിക്കാൻ. ദൈവം കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ധൈര്യമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ അവർ ചെയ്തില്ല. അതുകൊണ്ട് ആ ഇരുമ്പ് രഥമുള്ളവർ ഇപ്പോൾ ഇരുമ്പ് രഥങ്ങൾ ഉപയോഗിച്ച് ദൈവമക്കളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ തലമുറയെ സ്കൂളുകളിൽ കൂടെ, കോളേജുകളിൽ കൂടെ കഴിഞ്ഞ 20 വർഷം, 30 വർഷം, 40 വർഷം, ഹല്ലേലൂയ, എത്രയധികം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദേശത്തിൽ നിന്ന് ദൈവവചനം പോലും ഇല്ലാതെയായി, ഒരു ആബ്സല്യൂട്ട് ട്രൂത്ത് ഇല്ലാത്തൊരു തലമുറയായി മാറിയില്ലേ? ദൈവം പോലും ഇല്ല. There is no absolute truth എന്ന് പറയുന്ന ഒരു 3-ാം തലമുറയിലാണ്, അവരുടെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കണം. ദൈവസഭ മടങ്ങി വരണം. We need to repent, church. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, ഞാൻ ഈ പറയുന്നതൊക്കെ വാസ്തവ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ വായിക്കേണ്ട 19, 20, 21 വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിലെല്ലാം വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ആത്മമണ്ഡലത്തിലുള്ള ദുഷ്ട സൈന്യത്തെ കുറിച്ച്. ഞാൻ അവരെ റെഫർ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനെ, ഒരു ഗവൺമെന്റിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഈവിൾ സ്പിരിറ്റ്സ് റൂളിംഗ് ഓവർ ഓൾ ദീസ് അറ്റ്മോസ്ഫിയർ ഓഫ് ഡാലസ്, ഹ്യൂസ്റ്റൺ, ഓൾ ദീസ് പ്ലേസസ്.
നിങ്ങളായിരിക്കുന്ന ദൈവസഭ എവിടെ ഉണ്ടോ ആ ദൈവസഭയുടെ മേളിലുള്ള ദുഷ്ടാത്മ സൈന്യത്തെ നിങ്ങൾ മാറ്റണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആരും അനങ്ങുന്നില്ല. 20 വർഷമായി ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ആർക്കും എല്ലാവരും ഇറ്റ് ഈസ് ഓക്കെ, നമ്മുടെ വിധി, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയാ, നമ്മുടെയൊക്കെ പിള്ളേരെ സഭകളൊക്കെ വിട്ടു പോവാ, എന്നെ എടുക്കാനാ. ചിലരൊക്കെ വിശ്വാസം ഇങ്ങനെയൊക്കെയാ, അമേരിക്കയല്ലേ, അമേരിക്ക ആണെന്നുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അവിടെ ഒരു സ്ത്രീ 20 വർഷം അവള് മിണ്ടാതിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം വാക്യം. ഓക്കെ, ഈ വാക്യത്തിൽ ന്യായപാലനം ചെയ്തു അല്ലെ, ഷീ ജഡ്ജ്ഡ് ഓവർ ഇസ്രായേൽ. ഈ ജഡ്ജ് എന്ന് നമ്മൾ വിചാരിക്കും കോട്ടി കയറി നിയമം, somebody who does legal stuff. അതല്ല കേട്ടോ. അന്നത്തെ കാലത്ത് എബ്രായ ഭാഷയിൽ ഷഫത്ത് എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഫോർ എ ജഡ്ജ്. ഷഫത്ത് മീൻസ് എ ലീഡർ who rises up to set the wrong into right. തെറ്റിനെ ശരിയാക്കാൻ, തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ശരിയല്ല, ദൈവവചന പ്രകാരം ഞാൻ ഇതിനെ നേരെയാക്കും എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷഫത്ത്. അതാണ് ദൈവവചനത്തിൽ ജഡ്ജ് എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഷഫത്ത്, ഒരു സ്ത്രീ എഴുന്നേറ്റു. അവളുടെ ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിച്ചോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളുടെ പേരെന്താണ്? ദെബോറ, ദ വൈഫ് ഓഫ്. ഞാൻ ചിന്തിക്കുക, എന്തുകൊണ്ട് ഇത്ര ശക്തമായി പ്രവർത്തിച്ച, ഒരു ന്യായപാലനം ചെയ്ത ഒരു സ്ത്രീയെ പരിശുദ്ധാത്മാവ് എന്തിനാ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? ദ വൈഫ് ഓഫ് ലപ്പിദോത്ത്. വേണേ പറയാറുന്നല്ലോ, ദ ജഡ്ജ് ദെബോറയുടെ ഹസ്ബൻഡിന്റെ പേര് ലപ്പിദോത്ത് ആയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെയല്ല. കാരണം വചനത്തിന്റെ പ്രമാണം അങ്ങനെയല്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഈ ദെബോറ, ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവൾ പുറത്ത് എത്ര ശക്തമായ ശുശ്രൂഷ ചെയ്താലും അവളുടെ വീട്ടിനകത്ത് അവളുടെ ഭർത്താവിന് അവൾ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ഭാര്യയായിരുന്നു. ഹല്ലേലൂയ. സബ്മിഷൻ എന്ന് പറയുന്നത്, സബ്മിഷനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്, സബ്മിഷനകത്ത് ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ വിഷയമല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് മണിക്കൂറുകളോളം പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ്. അതിനുള്ള സമയം നമുക്കില്ല. ബട്ട് ഐ വോണ്ട് ടു ലെറ്റ് യു സിസ്റ്റേഴ്സ് നോ, ഈ ദെബോറയുടെ ജീവിതത്തിൽ നീ ഒരു ലൈനിൽ നിന്ന് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ചിലപ്പം ഭർത്താവിനെ കാട്ടി കൂടുതൽ ശമ്പളം നിങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനെ കാട്ടി കൂടുതൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കായിരിക്കാം, ഭർത്താവിനെ കാട്ടി കൂടുതൽ പഠിത്തവും എല്ലാം കാണും, മിടുക്കും സൗന്ദര്യവും സാമർത്ഥ്യവും എല്ലാം കാണും. പക്ഷെ അവനവന്റെ വീട്ടിൽ അവനവന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്നാൽ നിങ്ങൾ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്താലും ദൈവത്തിന്റെ ഫേവർ അതിന്റെ മേൽ കാണും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫേവർ കാണത്തില്ല. ഹല്ലേലൂയ. വചനത്തിലേക്ക് വരാം. ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ ഈ ദെബോറ എഴുന്നേറ്റതിന് ശേഷം അവൾ ഒരു കാര്യം ചെയ്യണം. 5-ാം വാക്യത്തിൽ അവളൊരു സ്ഥലം തപ്പുവോ, ഇങ്ങനെ ഇരുന്ന പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അവള് ഒരു സ്ഥലം തപ്പി. എന്തിനാ? അവൾക്ക് ഒരു റൂം നോക്കി, റൂം കിട്ടിയില്ല. ഹോൾ അന്വേഷിച്ചു, ഹോള് കിട്ടിയില്ല. അവസാനം ഒരു മരം അന്വേഷിച്ചു. ഒരു മരം, ഷെയ്ഡുള്ള മരം പോലും അവിടെ ഇല്ല. ആകെ കിട്ടിയ ഒരു പന. ഈ പനയുടെ കീഴിലിരുന്ന സൂര്യന്റെ വെയില് തടയാൻ പറ്റുമോ? ഇല്ലെന്നേ. അവള് ഷെയ്ഡിനനുസരിച്ച് അവക്കൊരു സ്ഥലം മതിയായിരുന്നു. എനിക്ക് ഈ അവസ്ഥ വളരെ വഷളായി പോയി. ഐ നീഡ് ടു ഡു സംതിങ്. അർജൻസി, ആത്മമണ്ഡലത്തിലുള്ള അർജൻസി അവൾ മനസ്സിലാക്കി. അവൾ എഴുന്നേറ്റു. സാഹചര്യം അനുകൂലമാക്കാൻ നോക്കിയിരുന്നാൽ ഒരിക്കലും അനുകൂലമാകത്തില്ല. അർജൻസിയാണ്. റൈസ് അപ്പ് ദെബോറസ്, റൈസ് അപ്പ്. ഹല്ലേലൂയ. അവൾ അവിടെ ഇരുന്ന് ചെയ്തത് എന്തെന്നറിയോ? അവൾ അവിടെ ഇരുന്ന് ചെയ്ത ശുശ്രൂഷയാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ തീം. വായിക്കാം. സങ്കീർത്തനം 68:11 വാക്യം. ഹല്ലേലൂയ. The Lord declares the word. യഹോവ അരുളി ചെയ്യുന്നത് അത് കേട്ട് അത് അതുപോലെ വിളിച്ചു പറയുന്ന സ്ത്രീകളുടെ വലിയൊരു കൂട്ടം. എന്താ മലയാളത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താ ദൂതികൾ. അതായത് ലോർഡ് കമാൻഡ്സ് ദ വേർഡ്. ദൈവം പറയുന്നത് കേൾക്കണം. ആദ്യം കേട്ടിട്ട് അത് അതുപോലെ വിളിച്ചു പറയുന്ന ഒരു ഗ്രൂപ്പാണ് സുവാർത്താ ദൂതികൾ. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാ കേട്ടോ. ദാവീദിനറിയാം പണ്ടത്തെ കാലത്ത് ദെബോറ എന്ന ഒരു അമ്മച്ചി ദൈവം പറയുന്നത് കേട്ട് അത് ജനത്തിന് വിളമ്പാൻ വേണ്ടി ഒരു പനയുടെ കീഴിൽ ഇരുന്ന് ചെയ്തു. പക്ഷെ ദാവീദ് ആത്മനിറവിൽ പറയുക, അന്ത്യകാലത്ത് ഒരു കാലം വരുന്നു, അന്ന് ഒരു ദെബോറയല്ല, വലിയൊരു കൂട്ടമായിട്ട് എഴുന്നേൽക്കാൻ പോകുകയാണ്. ഓ ശരവരദരലേ. ദൈവം പറയുന്ന ആലോചന. നിങ്ങളുടെ സാഹചര്യം പലതും പറയും.
ഗവൺമെന്റ് പലതും പറയും, നിയമങ്ങൾ പലതും പറയും, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സ് റിപ്പോർട്ട് പലതും പറയും. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് പലതും പറയും. വീഡിയോ ഗെയിംസിൽ കൂടെ, അതിൽ കൂടെ, ഇതിൽ കൂടെ ഡീമോണിക് പവേഴ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ, ബ്രെയിനിന്റെ സർക്യൂട്ട്സിനെ തിരിച്ചുകൊണ്ടിരിക്കുക. ആത്മനിറവിൽ നിന്ന് എന്റെ ദൈവം പറയുന്നത് ഞാൻ വിളിച്ചു പറയണം. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ. അങ്ങനെ പറഞ്ഞാലാണ് ദെബോരയുടെ ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ എഴുന്നേൽക്കുന്നത്, ദൈവം അരുളി ചെയ്യുന്നത്. Hallelujah. Hallelujah. The doctor will say you have only 6 more months to live, but the Bible says by his stripes I am healed. അത് വിളിച്ചു പറയണം. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓരോ വിഷയത്തിനും ഈ ദൈവവചനത്തിൽ നമ്മളെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ വിളിച്ചു പറയാകും. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതല്ല, ഇത് പറഞ്ഞുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എന്നും ഇരുവായി തള്ളിയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറിയ ഒരു ആയുധമാണല്ലോ ദൈവവചനം. അത് ചുമ്മാ വായിച്ചു വിട്ട ആയുധമായി മാറത്തില്ല. രാവിലെ മയന്നു എഴുന്നേറ്റ് ചുമ്മാ വായിച്ചു വിട്ടിട്ട് ഒരു ഒടുക്കം പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് വിട്ടാലേ ആ ആയുധമായിട്ട് വരത്തില്ല. അത് അതിനകത്ത് ഷീറ്റിനകത്ത് അവിടെ ഇരിക്കും. ആയുധമായി പ്രയോജനപ്പെടണമെങ്കിൽ ഡിക്ലെയർ ദ വേർഡ്. വായിച്ചത് സാഹചര്യത്തിന് മേളി ഞാൻ എന്നും എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഡിക്ലെയർ ചെയ്യിപ്പിക്കും. രാവിലെ കിടക്കുന്നതിന് മുമ്പ് രാത്രിയിലും അവരുടെ സാഹചര്യങ്ങളുടെ മേൽ ദൈവവചനം ഡിക്ലെയർ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. അങ്ങനത്തെ ഒരു തലമുറയെ നമ്മൾ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഈ ദെബോര 6-ാം വാക്യത്തിൽ പിന്നെ അവൾ ചെയ്ത രണ്ടാമത്തെ കാര്യം, ഒന്ന് അവൾ എഴുന്നേറ്റു, അവൾ ചിലത് ചെയ്തു. ദൈവം പറഞ്ഞത് അരുളി ചെയ്തത് അവൾ അതുപോലെ വിളിച്ചു പറഞ്ഞു ജനത്തോട്. ഇവനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഈ ഉപദ്രവിക്കാൻ വരുന്ന യാബീനെയും സിസറേയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ജയാളിയായവൻ ദൈവം നമ്മളോട് കൂടെയുണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്തം. അവൾ ദൈവത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പോരാതെ അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു ആലോചന അവർക്ക് വന്നു. 6-ാം വാക്യത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. 6-ാം വാക്യം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. അവിടെ ഒന്ന് നിൽക്കാം. അവിടെ രണ്ടാമത്തെ കാര്യം, അവള് അബീനോവാമിന്റെ മകനായിരിക്കുന്ന ബാറാക്കിനെ കേദേശിൽ നിന്ന്, ഈ വാക്കുകൾ ശ്രദ്ധിക്കണം, കേദേശിൽ നിന്ന് വിളിപ്പിച്ചു. അവനെ മെന്റർ ചെയ്യാൻ തുടങ്ങി. ദെബോറ പറഞ്ഞില്ല എൻ്റെ മോനില്ലാത്ത വിളി അബീനോവാമിന്റെ മകന് വേണ്ട. സ്തോത്രം കുറഞ്ഞു പോയി. നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സഹോദരിമാരല്ലേ? നമ്മുടെ കുഞ്ഞിനില്ലാത്ത കഴിവ് വേറെ ഒരു കുഞ്ഞിന് കാണുമ്പോൾ അവനെ വലിച്ചു താക്കുവാണോ ചെയ്യുന്നത്, അതോ അവനെ വളർത്തുവോ? ദെബോരാമാർ എഴുന്നേൽക്കട്ടെ. എൻ്റെ കുഞ്ഞിനില്ലാത്ത കഴിവ് വേറെ ഒരു കുഞ്ഞിന് കണ്ടാൽ ആ കുഞ്ഞിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുവോ, വളർത്തുമോ? ദെബോറ പറഞ്ഞില്ല എൻ്റെ മകനെ ദൈവമേ നീ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ അബീനോദാവിന്റെ മകൻ ബാറാക്കിനെ വളർത്തത്തില്ലെന്ന് ദെബോറ പറഞ്ഞില്ല. ചില ദെബോറമാർ എഴുന്നേൽക്കണം, അടുത്ത ഒരു തലമുറ മെന്റർ ചെയ്യാൻ. അത് എൻ്റെ കുഞ്ഞോ, എൻ്റെ നെയ്ബറിന്റെ കുഞ്ഞോ, എൻ്റെ സഹോദരിയുടെ കുഞ്ഞോ, ഏത് കുഞ്ഞോ ആയിക്കോട്ടെ. ചില ബാറാക്കുമാര് നമുക്ക് വേണം. അതിന് ചില ദെബോറമാര്, ദെബോറ ആറ്റിറ്റ്യൂഡ് ഇന്ന് ഇവിടെ വ്യാപരിക്കണം. എൻ്റെ കുഞ്ഞു, എൻ്റെ കുടുംബം എന്നുള്ള ആ ചിന്ത അങ്ങ് മാറി അടുത്ത തലമുറ എന്നുള്ള ഒരു വലിയ ചിന്ത, ഒരു ഭാരമുള്ളിൽ കയറണം. ഹല്ലേലൂയ. അങ്ങനെ അവള് ബാറാക്കിനെ ട്രെയിൻ ചെയ്തു. അപ്പൊ ബാറാക്കിനോട് പറഞ്ഞു, ദൈവം പറയുന്നു നീ ഇന്നടുത്ത് പോണം, യുദ്ധം ചെയ്യണം. അവൻ ആദ്യം ഇച്ചിരി മടിയുണ്ടായിരുന്നു, പക്ഷെ അവൻ അനുസരിച്ചു. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ, എബ്രായ പുസ്തകം 11-ാം അധ്യായത്തിൽ എടുക്കണ്ട, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, ഈ ദ ലിസ്റ്റ് ഓഫ് വിശ്വാസ വീരന്മാരുടെ പട്ടിക, അതിനകത്ത് ദെബോറയുടെ പേരില്ല, ബാറാക്കിന്റെ പേരുണ്ട്. സ്തോത്രം. അന്ന് ദെബോറ ബാറാക്കിനെ എഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് അവിടെ ഒരു ബാറാക്കിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദെബോറയെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവൾ ചെയ്തു, അവളെ കൊണ്ട് ഉദ്ദേശിച്ചത് അവൾ ചെയ്തു. പക്ഷെ ദൈവം അത് കാരണം അവൾക്ക് ചില വിശ്വാസ വീരന്മാരെ എഴുന്നേൽപ്പിക്കാൻ പറ്റി. അടുത്ത തലമുറയിൽ ചില വിശ്വാസ വീരന്മാരെ നമ്മൾക്ക് എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദെബോറ ബാറാക്കിനോട് ഒരു കാര്യം പറഞ്ഞു, അവൻ അനുസരിച്ചു. അവനോട് ഗോ ടേക്ക് വിത്ത് യു 10,000 men of Naphtali and Zabulun and lead them. അപ്പോൾ അവിടെ ദൈവാത്മാവ് ബാറാക്കിനോട് പറഞ്ഞൊരു കാര്യം, 7-ാം വാക്യം വളരെ രസകരമാണ്. അത് ആരാ പറയുന്നത്? യഹോവ പറയാണ് സിസെരയോട്, ഞാൻ അവനെ
യാബിനെയും അവന്റെ സൈന്യത്തെയും അവന്റെ എല്ലാ രഥങ്ങളെയും ഞാന് ഈ കീഷോൻ റിവർ, ദ റിവർ കിഷോൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ പണ്ടത്തെ ഒരു ഓൾഡ് റിവറാ. ആർക്കും വലിയ കാര്യമൊന്നുമില്ല, അത് പണ്ട് തൊട്ടുള്ള ഒരു നദിയല്ലേ. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ബാറാക്ക് അനുസരിച്ചു. അങ്ങനെ ബാറാക്ക് അനുസരിച്ചത് കൊണ്ട് അതിൻ്റെ 12-ാം വാക്യം ബാറാക്ക് അത് പറഞ്ഞതുപോലെ അനുസരിച്ചു. 13-ാം വാക്യം ചെല്ലുമ്പോൾ സിസറ ഒരു തീരുമാനം. 13-ാം വാക്യം വായിച്ച സിസറ സമൺ ഫ്രം ഹറോഷെത്ത് ഹഗോയിം. മനസ്സിലായോ? ഇവൻ എവിടുത്തുകാരനായിരുന്നു? നമ്മൾ ആദ്യം 2-ാം വാക്യത്തിൽ വായിച്ചു. ഹറോഷെത്ത് ഹഗോയിം എന്ന് പറയുന്നത് സിസറയുടെ സ്വന്തം നാട്. അവിടുന്ന് അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. അവന്റെ 900 ചാരിയറ്റ്സിനെയും അവന്റെ എൻറ്റയർ ആർമിയെ വിളിച്ചിട്ട് അവരോട് പറയാം, നമുക്ക് കീഷോൻ റിവറിലേക്ക് ഒന്ന് പോകാം ബാറാക്കിനെ അറ്റാക്ക് ചെയ്യാൻ. സിസറ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്തുകൊണ്ടാണ് നിന്റെ തീരുമാനം? അവൻ പറയും, എനിക്ക് എന്റെ സ്കീമാണെന്നേ. കീഷോൻ റിവർ ആരും ഉദ്ദേശിക്കുന്നതല്ല, ഞാൻ അവിടെ ചെന്ന് അറ്റാക്ക് ചെയ്യാം. അവന്റെ സ്കീമാ. ഈ ശത്രുവിന് അറിയത്തില്ല ഇവന്റെ സ്കീം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്റെ ദൈവം പറഞ്ഞു, ഞാൻ അവനെ വലിച്ചോണ്ട് വരുന്നേ. ഹല്ലേലൂയ. നമുക്കെതിരെ ശത്രു എന്ത് സ്കീം ചെയ്താലും ആത്മനിറവിൽ നിന്നാൽ ദൈവം അവന്റെ സ്കീം വെച്ച് അവനെ നശിപ്പിക്കും. ഹല്ലേലൂയ. അതിന്റെ 15-ാം വാക്യം അവിടെ 15-ാം വാക്യം വായിക്കാം. അതിന്റെ തൊട്ട് there is something at Barak's advance എന്നൊരു വാക്കുണ്ട്. ബാറാക്ക് പുറപ്പെട്ടപ്പോൾ, അങ്ങനെയുണ്ടോ മലയാളത്തിൽ? No. Did you read the entire of verse 15? Yeah, അങ്ങനെ അതൊന്നുകൂടെ വായിച്ച സിസ്റ്റർ പ്ലീസ്. യെസ്. ഓക്കെ, അങ്ങനെ ബാറാക്ക് അവന്റെ കൂടെ ഉള്ളവരുമായിട്ട് at Barak's advance ബാറാക്ക് സ്റ്റെപ്പ് എടുത്തു, അനുസരിച്ചു. വചനം വിളിച്ചു പറയാന്ന് പറയുന്ന ഒരു ഘട്ടം, വചനം പറയുന്ന അതുപോലെ അനുസരിക്കുക എന്ന്. ഒരു മണ്ടനെ പോലെ നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യാതെ ഒന്ന് അനുസരിച്ച് നോക്കിയ. ബാരാക്ക് ചോദിച്ചില്ല, അവിടെ കീഷോൻ റിവർ എന്ന് പറയുന്ന പണ്ടത്തെ റിവർ അല്ലേ, അങ്ങോട്ട് എന്തിനാ പോകുന്നതെന്ന്. ദൈവം പറഞ്ഞത് ഒരു മണ്ടനെ പോലെ അങ്ങ് അനുസരിച്ചു. അങ്ങനെ അനുസരിച്ചപ്പോ ആ കാലൊന്നെടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ പറയുന്നത് ഇവര് ഈ രഥങ്ങളെ എല്ലാം and the army by the sword. And Sisera എന്ത് പറ്റിയെന്നറിയോ? He got down from his chariot and fled on foot. കഴിഞ്ഞ 20 വർഷം ഉണ്ടല്ലോ വലിയ സ്മാർട്ട് കളിച്ച് രഥത്തിന് വെളിയിൽ നിന്ന് ഇറങ്ങാതെ നടന്നവൻ ഇപ്പൊ രഥത്തിന് വെളിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുവോ? എന്നാ പറ്റി സിസറേ? നീ എന്തിനാ ഇപ്പൊ ഓടുന്നേ? നിനക്ക് രഥത്തിൽ നിന്ന് ഇറങ്ങി ശീലമില്ലല്ലോ. നിനക്ക് പാരമ്പര്യമായിട്ട് നിങ്ങള് ഇരുമ്പ് രഥക്കാരല്ലേ. എന്നാ പറ്റി ഇപ്പൊ ഓടാൻ? എന്ത് പറ്റിയെന്നറിയോ? ദെബോറ പറയൂ എന്നാ പറ്റിയെന്ന്. ഈ യുദ്ധം കണ്ടു നിന്ന് ദെബോറ, ബാറാക്കും ഇവരും ഒക്കെ യുദ്ധം ചെയ്യുമ്പോഴേ അപ്പുറത്ത് ദെബോറ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷയും പറഞ്ഞ്. ഞാനിത് പറയുമ്പം ഹല്ലേലൂയ, എൻ്റെ ഒരു നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്നൊരു അന്ന് ദെബോറ അന്യഭാഷ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരും കുറ്റം പറയില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ദെബോറ ഇങ്ങനെ കണ്ടോണ്ട് നിന്നിട്ട് കണ്ട വിജയം കണ്ടിട്ട് ദെബോറ പറഞ്ഞ ഒരു കാര്യം, ഒന്ന് പാട്ടുപാടി. അവളുടെ പാട്ടിനകത്ത് അവൾ അതിന്റെ സീക്രട്ട് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ വേഗത്തിൽ. കനാന്യ രാജാക്കന്മാര് വന്ന് പൊരുതി പാട്ട് പാടുവാ. പക്ഷെ അവർക്ക് എന്ത് പറ്റി? 20-ാം വാക്യം. ഹല്ലേലൂയ. ആ സീസരയുമായിട്ട് യുദ്ധം ചെയ്ത ആരാന്നറിയോ? ബാറാക്കോർത്ത് ബാറാക്കാന്ന്. പക്ഷെ ദെബോറ കണ്ടു ആത്മമണ്ഡലത്തിൽ ആകാശത്തിൽ നിന്ന് ദൈവ ദൂതന്മാരിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓ ഹല്ലേലൂയ. അന്നേരം സംഭവിച്ച സംഭവം, ഹല്ലേലൂയ. അവിടെ അടുത്ത വാക്യം 21-ാം വാക്യം ഒന്ന് വായിക്കാം. പുരാതന
അങ്ങനെ നദിയാം കീശോൻ തോടുന്ന മലയാളത്തിൽ ഒരു തോടിന്റെ വലിപ്പമേ ഉള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞ ഒരു മണ്ടനെ പോലെ ബാരാക്ക് അനുസരിച്ചപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. നമ്മുടെ നാട്ടിൽ ഈ കാലത്ത് നടക്കുന്ന ഉരുൾപൊട്ടൽ പോലത്തെ ഒരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായിട്ട് കീശോൻ തോട്, ഒന്ന് വായിച്ച സിസ്റ്റർ, അതൊന്ന് വായിച്ച് തീർത്തേ. ഒഴുക്കിക്കൊണ്ട് പോയി. അപ്പൊ ഈ ബാറാക്കല്ല എന്തോ സിസേറ, അവന്റെ രഥങ്ങളുമായിട്ട് 900 രഥങ്ങളും അവന്റെ ആർമിയെല്ലാം നശിപ്പിച്ചെന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ കണ്ടു നിന്ന് ദെബോറ പാട്ട് പാടിയപ്പം പറയാണ്, കീശോ നദി അങ്ങോട്ട് ഒഴുക്ക് കൂടിയിട്ടുണ്ടല്ലോ, ഇവന്മാരെ എല്ലാത്തിനും ഒഴുക്കിക്കൊണ്ട് പോയെന്ന്. ഫറവോന് പറ്റിയത് തന്നെ ഇവിടെ സിസറയ്ക്ക് പറ്റുന്നു. അതുകൊണ്ട് സിസറ ഇറങ്ങി ഓടി. അതുകൊണ്ടാണ് അവൻ കാൽനടയായി ഇറങ്ങി ഓടേണ്ടി വന്നത്. ഹല്ലേലൂയ. ചില ദുഷ്ട പിശാചുക്കളെ വർഷങ്ങളായിട്ട് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് നിൽക്കുന്നത് ഇറങ്ങി ഓടും യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ. വേഗത്തിൽ മടങ്ങി വരാം. എനിക്കും വളരെ ആഗ്രഹമുണ്ട് ആത്മാവിൽ അങ്ങ് ആരാധിച്ചങ്ങ് ജയമെടുക്കണം. പക്ഷെ നമ്മൾക്ക് സമയം അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. ഇവൻ കാൽനടയായി ഇറങ്ങി ഓടിയത് എങ്ങോട്ടാണെന്നറിയാവോ? 16-ാം വാക്യത്തിൽ അവിടെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാറാക്ക് അവനെ ഹറോഷെത്ത് ഹഗോയിമിൽ പോയി ഒരൊറ്റ മനുഷ്യനില്ലാതെ എല്ലാരെയും നശിപ്പിച്ചു. ഹറോഷെത്ത് ഹഗോയിം എവിടാന്നറിയോ? സിസേരയുടെ വീട്ടിൽ. അവന്റെ വീട്ടിൽ കയറി തുടച്ചു മാറ്റുന്ന ഒരു തലമുറയാണ് ബാറാക്കിന്റെ തലമുറ. അങ്ങനെ ഒരു തലമുറയെ ദെബോറമാർ എഴുന്നേൽപ്പിക്കണം. ആ ഒരു ദെബോറ അനോയിന്റിങ്ങിൽ കൂടെ ഇവിടെ നിന്ന് പോകാവൂ. ഹല്ലേലൂയ. അങ്ങനെ തുടച്ചു മാറ്റിയ സിസേറയുടെ എല്ലാരെയും തുടച്ചു മാറ്റി സിസേറ ഇറങ്ങി ഓടിപ്പോയത് എങ്ങോട്ടാണെന്നറിയോ? അതിന്റെ 17-ാം വാക്യം. Meanwhile fled on foot to the tent of Jael the wife of Heber the Kenite. കീനായിട്ടായിരിക്കുന്ന ഹെബേറിന്റെ ടെന്റിലേക്ക് ഇവൻ എന്തിനാ അങ്ങോട്ട് ഓടിപ്പോയെ? അവിടെ ആരുണ്ട്? ഈ ഹെബേർ ആരാന്ന് ഒരു വാക്യത്തിൽ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ തന്നെ 11-ാം വാക്യം അവിടെ. Now Heber the Kenite had left the other Kenites, the descendants of Hobab, Moses' brother-in-law. മോശയുടെ ബന്ധുക്കാരനാ. പണ്ട് തൊട്ടേ ക്രിസ്ത്യാനിയാ. അയ്യോ, ഞാൻ ബന്ധുക്കോസും ക്രിസ്ത്യാനിയും ഞങ്ങളെല്ലാവരും ഐ ആം ഇൻ ദിസ്, ഇതിനകത്തുള്ളതാന്ന് പറഞ്ഞാലും അവന്റെ കൂട്ടാരോടുമായിട്ടാണെന്നറിയോ ഇവൻ എന്തിനാ അങ്ങോട്ട് ഓടിപ്പോയത്? അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. ആ വാക്യം 17-ാം വാക്യം ബാക്കിയും കൂടെ വായിക്കാം. Because there was an alliance between Jabin king of Hazor and the family of. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉണ്ട് ചില കൂട്ടർ ഇതിനകത്ത് കേട്ടോ. ഞാൻ മോശയുടെ ബന്ധുക്കാരനാന്നൊക്കെ വലിയ സ്റ്റൈലിൽ പറയും. പക്ഷെ കൂട്ടാരോടാന്നറിയോ? അലയൻസാ, കുടുംബമായിട്ട് പലതും കോംപ്രമൈസ് ചെയ്തു. ദുഷ്ടൻ ഇസ്രായേലിനെ നശിപ്പിക്കുന്ന ദുഷ്ടനാന്ന് തിരിച്ചറിവില്ലാതെ ഒരു പിശാചിനെ ഫ്രീ ആയിട്ട് കയറി ചെന്നാൽ എനിക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള രീതിയിലാണ് ചിലരുടെ ജീവിതം. പക്കാ ജഡീകന്മാര്. ഹല്ലേലൂയ. ശരബദര. ഇതിനകത്താണേലും ഹെബേർ എന്ന പക്കാ ജഡീകൻ താമസിക്കുന്ന ഇസ്രായേലിന്റെ നടുക്ക്. പക്ഷെ ഹെബേറിന്റെ ഭാര്യയോ, അച്ചായൻ കുറെ നാളായി ജഡീകനായിട്ട് ജീവിക്കുക, ഇനി ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അച്ചായൻ ജഡീകനായിട്ട് അവർക്ക് കൂട്ടു നിന്നോ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ യായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ദെബോറയെ പോലെ ലപ്പിദോത്ത് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഭർത്താവ് അവർക്ക് ഇല്ലായിരുന്നു. ലപ്പിദോത്ത് പറഞ്ഞു, മോളെ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നീ സുവിശേഷ വേല ചെയ്തോ, നീ എഴുന്നേറ്റോ, നീ പറഞ്ഞോ, നീ പഠിപ്പിച്ചോ, നീ സൺഡേ സ്കൂൾ പഠിപ്പിച്ചോ, ലപ്പിദോത്ത് പറയും. പക്ഷെ ഇവിടെ ഹെബേർ പറയും, വീട്ടിനകത്തൊന്ന് ഇറങ്ങിപ്പോയേക്കല്ലോ കേട്ടോ. അതുകൊണ്ട് യായലിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ദെബോറയെ പോലെ അവളോർത്ത് ഞാൻ വീട്ടിനകത്ത് മടക്കും. ഹല്ലേലൂയ. വായിക്കാം യായലിന്റെ ശുശ്രൂഷയെ കുറിച്ച്. നമ്മൾ മുമ്പേ വായിച്ച അതേ വാക്യം ഏതാ? സങ്കീർത്തനം 68:11 വായിച്ചേ. അതിന്റെ അടുത്ത വാക്യത്തിൽ യായലിന്റെ ശുശ്രൂഷ പറയുന്നുണ്ട്. 12-ാം വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 68:12. എന്തുകൊണ്ടാ ഓടുന്നതെന്നറിയോ? ഈ സൈന്യങ്ങളും രാജാക്കന്മാരും ആര് കാരണമാ ഓടുന്നേ? ഒന്ന് വായിച്ചേ. വീട്ടിൽ പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ലാത്തവൾ വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുക. പക്ഷെ അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ പാർക്കുന്നവൾ എന്താ ചെയ്തേ? കവർച്ച.
ഹല്ലേലൂയ. ഇവള് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ലെങ്കിൽ അവള് വീട്ടിനകത്ത് മുട്ടുമടങ്ങുണ്ടല്ലോ. ദൈവം പറയും, പിശാചുകളെ അവളുടെ മുന്നേ നീ പോയി മുട്ടുമടങ്ങ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20 വർഷമായി ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന സീസേറ ഓടി ചെല്ലുക അവളുടെ അടുത്ത്. ഇന്നാ പിടിച്ചോ എന്നെ കൊന്നോന്നും പറഞ്ഞോണ്ട്. ഹല്ലേലൂയ. ഇവള് വീട്ടിനകത്ത് ദൈവത്തിന് വേണ്ടി നിന്നു. ചിലർക്ക് വീട്ടിനകത്ത് നിൽക്കാനേ പെർമിഷൻ ഉള്ളൂ, ചിലർക്ക് പുറത്ത് സഭയിൽ ശുശ്രൂഷിക്കാനും പുറത്തും ശുശ്രൂഷിക്കാനും പെർമിഷൻ ഉണ്ട്. കിട്ടിയ അവസരം അവനവന്റെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്ന് ദൈവത്തിന് വേണ്ടി നിന്നുണ്ടല്ലോ, ദൈവം ദെബോറയെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കും. ദൈവം യായേലിനെ, രണ്ടുപേരും ദൈവം ഉപയോഗിച്ചു. സങ്കീർത്തനം 68:11 വിളിച്ച് യഹോവ അരുളി ചെയ്യുന്നത് വിളിച്ചു പറയുന്ന സഹോദരിമാരുടെ വലിയൊരു ഗണത്തെയും ദൈവം ഉപയോഗിച്ചു. പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ലാതെ വീട്ടിനകത്ത് പാർക്കുന്ന സഹോദരിമാരെയും എന്തിനാ ഉപയോഗിച്ചെന്നറിയോ? ഈ രാജാക്കന്മാരെയും അവന്റെ ശത്രു സൈന്യങ്ങളെയും ഓടിക്കുവാൻ കൊള്ള വെട്ടിക്കിളിയും ഹല്ലേലൂയ തുള്ളനും ഒക്കെ കൊണ്ടുപോയതിനെ തിരിച്ചെടുക്കാൻ ദൈവം ചില സഹോദരിമാരെ ഈ കാലത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദെബോറയായിട്ടും ഓ ശരവരദര ഓ സെഖെരെദരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ എൻ്റെ സമയം തീരാറായി. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും കട്ട് ചെയ്ത് നമുക്ക് വേഗത്തിൽ ദെബോറയുടെ പാട്ടിന്റെ അവസാനത്തെ ലൈൻ ഒന്ന് നോക്കിയേ. അവസാനത്തെ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. പിന്നെ ദേശത്തിന് 20 സംവത്സരം ഇവൻ ഉപദ്രവിച്ചാൽ 2 സഹോദരിമാര് ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ 40 സംവത്സരം ഓ ഹല്ലേലൂയ ദേശത്തിൽ സമാധാനമുണ്ടായി. ഹല്ലേലൂയ. അടുത്ത ബാരാക്കുമാരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം അവരെ ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം, ഞാൻ മുൻപോട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം തീരാറെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ദെബോറയെ പോലെ ഒന്നാക്കണമേ, എന്നെ ദെബോറയെ പോലെ ഒന്നാക്കണേ. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില യായേൽമാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. ഈ ഹെബേറിനെ കുറിച്ച് വായിച്ചപ്പോൾ, ഹെബേറിന്റെ വീട് അവിടെ എഴുതിയിരിക്കുന്നത് he had his tent. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് അവൻ എവിടെ, കേദേശിൽ, അവന്റെ പാർപ്പിടം എവിടെ ആയിരുന്നെന്നറിയോ? ഈ കേദേശിൽ തന്നെ. കേദേശുകാരനായിരുന്നു ബാരാക്ക്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ വായിച്ചത്. ചില ജഡീകന്മാരുടെ വീട്ടിനകത്തുനിന്ന് ദൈവം ചില അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കും. അമ്മമാര് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ ഈ പോക്ക് പോയാൽ എൻ്റെ തലമുറ പോയി പോകുമല്ലോ. നോ, ഈ കേദേശിൽ പാർക്കുന്ന ഈ ഹെബേറിന്റെ വീടിന് അടുത്ത് പാർക്കുന്ന ഈ ബാറാക്കിനെ കേദേശിൽ നിന്ന് തന്നെ, ഹല്ലേലൂയ, ജഡികന്മാരുടെ വീടാണോ, ആ പ്രാർത്ഥനയുള്ള വീടാണോ, പ്രാർത്ഥന ഇല്ലാത്ത വീടാണോ, എങ്ങനെ പോയാലും ചില അമ്മമാര് മുട്ടുമടക്കിയാലുണ്ടല്ലോ ദൈവം അവിടെ വിടുതലിനെ അയക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ദൈവത്തോട് ഇതൊന്ന് ചോദിച്ചു മേടിച്ച്, ലോർഡ് ഐ നീഡ് ദിസ് അനോയിന്റിങ്. എനിക്ക് നീ അനോയിന്റിങ് വേണം, എനിക്ക് നീ അനോയിന്റിങ് വേണം. ഞാൻ ഇങ്ങനെ പോകത്തില്ല. നീ എന്നെ ഒരു യായേലിന്റെ മേലുണ്ടായിരുന്ന ആ അനോയിന്റിങ് എനിക്ക് വേണം. ഈ യായേൽ ചെയ്തൊരു കാര്യം, ഇവനെ അകത്ത് കയറ്റി ഒരൊറ്റ അടിക്കാണ് അവനെ തീർത്തത്. ഒരൊറ്റ അടിക്ക് അവള് വീണ്ടും വീണ്ടും അടിച്ചത് അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ഓ സഹോദരിമാരെ, മിഡ് വെസ്റ്റ് റീജിയനിലുള്ള സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ ആക്കി. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ ദേശത്തിൽ പാർക്കുന്ന ദുഷ്ടന്മാരെ കീഴടക്കുക. ദുഷ്ട സൈന്യത്തെ, ഈ ദേശത്തുള്ള ദുഷ്ട സൈന്യത്തെ കീഴടക്കി ദൈവരാജ്യത്തെ സ്പ്രെഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ദൈവം നമ്മളെ കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഈ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ ഒരു കാലം വരും നമ്മൾ ഈ ഉദ്ദേശം ഫുൾഫിൽ ചെയ്തോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു കാലം. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം എനിക്ക് ഓർമ്മ വരികയാണ്. അത് ആക്സിലാണ്. ആക്സിനകത്ത്
ആക്സിനകത്ത് ഒരു വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ അവിടെ പറയുന്ന ഒരു വാക്യം, എനിക്ക് ആ റെഫറൻസ് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. അവിടെ പറയുന്നത്, and when David had fulfilled his purpose in his lifetime എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ദാവീദ് അവനെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന അവന്റെ ദൈവത്തിൽ നിന്നുള്ള അവന്റെ ആ ഉദ്ദേശം ഫുൾഫിൽ ചെയ്ത് അവന്റെ തലമുറയിൽ, അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇൻ ഹിസ് ജനറേഷൻ, അവന്റെ തലമുറയിൽ ദാവീദിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് അവൻ ചെയ്ത് തീർത്തപ്പോൾ അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതേസമയം പ്രിയ ദൈവമക്കളെ, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം ശൗലിനെ കുറിച്ച് പറയുന്നത്, ഞാൻ അവനെ രാജാവാക്കിയതിൽ ഞാൻ ദൈവം എന്തുവാ റിഗ്രറ്റഡ്, ഗോഡ് റിഗ്രറ്റഡ് ഫോർ മേക്കിംഗ് സോൾ കിങ്. ഓരോരുത്തരെയും ഓരോ സ്ഥാനത്ത് ആക്കുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശം നിറവേറ്റിയില്ലെങ്കിൽ ദൈവം റിഗ്രറ്റ് ചെയ്യും. നമ്മളെ കുറിച്ച് അവന്റെ തലമുറയിൽ, അവളുടെ തലമുറയിൽ അവളെ കുറിച്ച് ഉദ്ദേശിച്ചത് നിറവേറ്റി എന്ന് പരിശുദ്ധാത്മാവ് റിപ്പോർട്ട് എഴുതണോ, അതോ ദൈവം റിഗ്രറ്റ് ചെയ്തു എന്നൊരു റിപ്പോർട്ട് എഴുതുമോ? നമ്മളെ തന്നെ ഈ വചനത്തിന് മുന്നിൽ ഒന്ന് സമർപ്പിക്കാം, ഒന്ന് ശോധന ചെയ്യാം. ദൈവമേ, നിന്റെ ഉദ്ദേശം നിറവേറ്റണം, നിന്റെ ഉദ്ദേശം നിറവേറ്റണം. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ ഒരടുത്ത തലമുറ, നമ്മളെ പെന്തക്കോസ്തുകാരാന്നുള്ള മറക്കരുതേ. നമ്മുടെ അപ്പച്ചന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് ഇതൊക്കെ നോർമലായിരുന്നു. രണ്ടാം തലമുറ വന്നപ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞിലെ, അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ ബുദ്ധിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, മടങ്ങി വരാം. മൂന്നാം തലമുറയ്ക്കല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് ഇല്ലാതായി പോകും. അവനവന് ശരിയെന്ന് തോന്നുന്ന ചെയ്യൊരു കാലം അതുപോലെ ആയി പോകരുത്. ഒരു ബാരാക്കിനെ എഴുന്നേൽപ്പിക്കണം, ഒന്നല്ല പല ബാരാക്കുമാർ എഴുന്നേൽക്കണം. അതിനായിട്ട് ചില ദെബോരമാർ എഴുന്നേൽക്കട്ടെ, അതിനായിട്ട് ചില യായൽമാർ എഴുന്നേൽക്കട്ടെ. ലെറ്റ് സറണ്ടർ ആൻഡ് പ്രേ. ഒരു നിമിഷം എല്ലാവരും വർഷിപ്പ് ടീം, can you please come forward? Every single person, ദൈവമേ ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് ഇന്ന ഒരു അനോയിന്റിംഗ് വേണം. ഐ നീഡ് ദാറ്റ് Deborah anointing. ഹല്ലേലൂയ. നീ അരുളി ചെയ്യുന്നത് കേട്ടിട്ട് അതുപോലെ വിളിച്ചു പറയാൻ, സാഹചര്യങ്ങളുടെ മേളിൽ, സഭകളുടെ മേളിൽ, കുഞ്ഞുങ്ങളുടെ മേളിൽ അതുപോലെ വിളിച്ചു പറയാനുള്ള ഒരു അനോയിന്റിംഗ്. ഓ നിങ്ങളിൽ ചിലപ്പോൾ സപ്പോർട്ടില്ലായിരിക്കാം, ഇമോഷണൽ സപ്പോർട്ടില്ലായിരിക്കാം, പക്ഷെ ഞാൻ മുട്ടുമടക്കുമെന്ന് പറയുന്നത്